ഓപ്പറേഷൻ സിന്ദൂറിൽ വജ്രായുധമായത് ബ്രഹ്മോസ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും കണ്ടത് വിധം ട്രെയിലർ മാത്രമെന്നും മന്ത്രി. പാകിസ്ഥാന് ധനസഹായം കൈമാറുന്ന കാര്യം IMF പുനഃപരിശോധിക്കണമെന്നും ഇന്ത്യയുമായി ഉന്നതതല ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ. തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻമന്ത്രി G. സുധാകരനെതിരെ കേസെടുത്ത ആലപ്പുഴ സൗത്ത് പോലീസ്. കേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്തുപിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസ്. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടുവാനുള്ള ദൗത്യം തുടരുന്നു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരച്ചിൽ. മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളും ദൗത്യത്തിൽ. രാത്രി സ്ഥാപിച്ച ക്യാമറകൾ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മഴ കനക്കും. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 5 ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തം. ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കണമെന്ന ആവശ്യം. ഹാർബർ എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറി മത്സ്യത്തൊഴിലാളികൾ. സ്പോൺസർ കരാർ തുക അടച്ചില്ല. മെസ്സിയും അർജന്റീന ടീമും ഈ വർഷം കേരളത്തിലേക്കില്ല. നിയമ നടപടി സ്വീകരിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ.